ഹായ്, നമുക്കൊന്ന് റൈസ് ഉണ്ടാക്കിയാലോ? എൻ്റെ അടുത്തുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഞാൻ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 1 കപ്പ് ബസുമതി റൈസ് കുതിർത്തിയെടുത്തിട്ടുണ്ട്. കുക്കറിൽ വെള്ളം വെച്ച് അത് തിളച്ചു വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബസുമതി അരി ചേർത്ത് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരി വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇടാനുള്ള ക്യാരറ്റ്, കോണ്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില ഇവയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വാർത്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നുള്ളു ഉപ്പും കുരുമുളകും ചേർത്ത് നല്ലവണ്ണം ചിക്കിയെടുക്കാം. ചിക്കിയെടുത്ത മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർക്കാം. നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും കോണെല്ലാം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വേവിച്ചെടുത്ത റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയ ശേഷം ചിക്കിയെടുത്ത മുട്ടയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ നെയ്യും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.